ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളി ടേസ്റ്റോട് കൂടിയ ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 2 കരിവേപ്പില, നീളത്തിലരിഞ്ഞ സവോള, ഒരു കിഴങ്ങ്, ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുത്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലോണം നമുക്ക് സവോളയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുത്ത് ഉള്ളി നല്ലോണം വാടുന്ന വരെ നമുക്ക് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം അത് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അത് നല്ലോണം അതിൻ്റെ ആ വെള്ള കളറ് ചിക്കനിലേക്ക് ഒരു വെള്ള കളറ് വരില്ല, അതുവരെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ക്യാരറ്റ്, കിഴങ്ങ് ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണി പാളി എന്നുള്ളത്. ചട്ടിയിൽ കൊള്ളൂല, അതുകൊണ്ട് നമുക്ക് അതൊന്ന് മെല്ലെ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് നമുക്ക് ഉരുളിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം മിക്സാക്കി കൊടുത്ത ശേഷം ഇളക്കി കൊടുത്ത ശേഷം അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന വരെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയതാണ്. ഉപ്പ് ഇടുന്നത് ഞാൻ കാണിച്ചില്ല. അതിലേക്ക് നമുക്ക് 2 പാലാണ് ആവശ്യം. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പാലും കൂടി ഒഴിച്ച് ഒന്ന് ഗരം മസാല, കുരുമുളക് പൊടിയും കൂടി ഇട്ട ശേഷം നമുക്ക് അടച്ചു വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം നമുക്കൊന്ന് അടച്ചു വെച്ച് ഏകദേശം കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന ശേഷം നമുക്ക് ആ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് ചേർക്കുക. ഇനി നല്ലോണം നിങ്ങൾക്ക് കുറുകണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1 പാൽ ഒഴിച്ച ശേഷം നമ്മൾ തിളപ്പിക്കില്ലല്ലോ, ആ സമയത്ത് നമുക്ക് ഒരു പാലിനകത്ത് ബ്രെഡ് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് പൊതിർത്ത ബ്രെഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയത് കിട്ടും കേട്ടോ. ഞാൻ ഇതിലേക്ക് 1 പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇസ്റ്റു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നെയ്യിൽ നമുക്ക് കുറച്ച് കടുക് വറക്കണം. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലോണം മൂത്ത് വന്ന ശേഷം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.